എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളോടൊപ്പം ഇന്ന് കഥ പറയാനായിട്ട് എത്തിയിരിക്കുന്നത് അച്ചുകുട്ടനാണ്. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മാളികപ്പുറം സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ഉണ്ണിമോളുടെയും അയ്യപ്പസ്വാമിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഉണ്ണിമോളും അയ്യപ്പസ്വാമിയും അതുപോലെ തന്നെ വാവയും മുത്തശ്ശിയൊക്കെ കൂടി അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യുകയാണല്ലോ. അപ്പം ഇവർ വരുന്ന ആ ഒരു സമയത്താണെങ്കിലോ ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആ വണ്ടിക്ക് മുന്നിലേക്ക് ഒരു കുട്ടി വട്ടം ചാടുകയാണ്. ചാടുന്ന സമയത്താണെങ്കിലോ ഉണ്ണിമോളും അതുപോലെ തന്നെ വാവയും ഗിരിദേവനും ഒക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി നോക്കുന്ന സമയത്താണെങ്കിലോ ആ കുട്ടി ആരെയോ കണ്ട് ഭയപ്പെട്ട് ഓടി വരികയാണ്. അപ്പൊ മുത്തശ്ശിയും ഇറങ്ങിട്ടോ. മുത്തശ്ശി ഇറങ്ങിയ പാടെ ചോദിക്കാണ്, മോളെ നിന്റെ പിന്നാലെ ആരാണ് വന്നത്? നീ ആരെ പേടിച്ചിട്ടാണ് ഇങ്ങനെ ഓടുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുക. അപ്പൊ ഈ കൊച്ചാണെങ്കിലോ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഇതെന്താ മോളെ നീ മിണ്ടാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് മുത്തശ്ശി വീണ്ടും വീണ്ടും ചോദിക്കുമ്പം ഒരുപക്ഷെ മുത്തശ്ശി ഈ കുട്ടി പേടിച്ചിട്ടായിരിക്കും ഒന്നും മിണ്ടാത്തത് എന്ന് ഉണ്ണിമോള് പറയാണ്. അപ്പൊ വാവയും പറയുന്നുണ്ട്, ഇത്രയൊക്കെ നമ്മൾ ചോദിച്ചിട്ട് ഇവൾ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ, ഇനി എങ്ങനെയാണ് ഇവളുടെ വീട്ടിലെത്തിക്കുക? അപ്പൊ ഗിരിദേവൻ ചുറ്റും നോക്കുമ്പോ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാല് ഈ കുട്ടി പേടിച്ചോടി വന്നിരിക്കുന്നത് രക്ഷസസ്വാമിയെ കണ്ടിട്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ കൊച്ചിന് ഇത്രയധികം പേടിയൊക്കെ ഉള്ളത്. പക്ഷെ ഈ സമയത്താണെങ്കിലോ ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഒക്കെ ശരിക്കും ഇങ്ങനെ ഈ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുക കേട്ടോ. അപ്പൊ ഇവൾക്ക് ശരിക്കും സംസാരശേഷി ഇല്ലാത്തൊരു കുട്ടിയാണ്. അങ്ങനെ അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇവരൊരു ക്ഷേത്രത്തിൽ പോയതായിരുന്നു. ക്ഷേത്രത്തിന് ചുറ്റും നടന്ന് അന്വേഷിച്ചിട്ടും മോളെ കാണുന്നില്ല. അപ്പം അതിന്റെ അച്ഛന് ഭയങ്കര ടെൻഷനായി. അപ്പൊ ടെൻഷൻ ആയപ്പോഴത്തേക്കിനും എല്ലാവരുടെ അടുത്തും ചോദിച്ചു, എന്റെ മോളെ കണ്ടോ? അവളെ ഞാൻ ഇവിടെ എല്ലാം അന്വേഷിച്ചു, എങ്ങും തന്നെ കാണുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പം കൊച്ചാണെങ്കിലോ ഇനിയിപ്പൊ ഇതിനെ കിട്ടിയത് വഴിയിൽ എന്തായാലും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉണ്ണിമോള് പറയുന്നുണ്ട്, നമുക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ട് ഈ മോളെ കൂടി നമ്മുടെ കൂടെ കൂട്ടാൻ ഗിരിദേവാന്ന് പറയുക. അപ്പൊ ഗിരിദേവനാണെങ്കിലോ അത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ക്ഷേത്രത്തിൽ എത്തണ്ടേ ഉണ്ണിമോളെ? ഉണ്ണിമോള് വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ അന്നപൂർണേശ്വരി ദേവിയുടെ അമ്പലത്തിലെത്തി ദേവിയെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് ഈ കുട്ടിയെ കൂടെ കൂട്ടിക്കഴിഞ്ഞാല് അത് വിഷയാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഉടനെ ഉണ്ണിമോള് പറയുന്നുണ്ട്, പാവമുണ്ട് ഗിരിദേവ, ഈ കുട്ടിയെ നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ ഗിരിദേവ. അത് തന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ, അത് പേടിച്ച് വരച്ചാണ് നിൽക്കുന്നത്. അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ ഈ മോളെ അന്വേഷിച്ചുകൊണ്ട് ഒരു ചേട്ടൻ അങ്ങോട്ട് വരികയാണ്. അപ്പൊ വരുന്ന പാടെ പറയുന്നുണ്ട്, ഇവരും അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് എത്തിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് മോളെ നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നിന്നെ കാണാഞ്ഞിട്ട് നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ക്ഷേത്രത്തിന് ചുറ്റും നടക്കുകയാണ്. മോൾ എന്താ പറയാണ്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴും ഈ കൊച്ച് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പം ഇതെന്താണ് ഇത്രയും അധികം കാര്യങ്ങൾ ചോദിച്ചിട്ടും ഈ കൊച്ച് ഒരു അക്ഷരം പോലും മിണ്ടാത്തേന്ന് നമ്മുടെ ഉണ്ണിമോള് ചോദിക്കുമ്പോഴത്തേക്കിനും അവൾക്ക് ജന്മനാ സംസാരശേഷി ഇല്ലാത്തതാണ് എന്നുള്ള കാര്യം വന്ന ആള് പറയാണ്. എന്തായാലും ഞങ്ങളും അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് തന്നെയാണ്, അതുകൊണ്ട് ഈ കുട്ടിയുടെ അച്ഛനെ അമ്മയുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തിച്ചോളാന്ന് ഗിരിദേവൻ പറയാണ്. അപ്പൊ ഇവരെല്ലാരും കൂടി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോഴാണെങ്കിലോ ഉണ്ണിമോളാണെങ്കില് വലിയ സന്തോഷത്തിലൊക്കെയാണ്. ഉണ്ണിമോളുടെ അമ്മയെ ഈ ക്ഷേത്രത്തിൽ വെച്ചാണല്ലോ കണ്ടത്. അപ്പൊ ഇനി ഉണ്ണിമോളുടെ അമ്മയെ കാണാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഏത് സമയത്തും ഈ ക്ഷേത്രനടയിൽ വന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉണ്ണിമോൾക്ക് ഉണ്ണിമോളുടെ അമ്മയെ കാണാമെന്നാണല്ലോ ഉണ്ണിമോളുടെ അമ്മ പറഞ്ഞിട്ട് പോയത്. അതുകൊണ്ട് തന്നെ കൊച്ചു ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ ഗിരിദേവനാണെങ്കിലോ ക്ഷേത്രത്തിലെത്തി ദേവിയെ കണ്ടതും ഗിരിദേവൻ വന്ന കാര്യങ്ങളെല്ലാം ദേവിയോട് സംസാരിക്കുകയാണ്. സർവാഭരണ വിഭൂഷിതനായിട്ടിരിക്കുന്ന സാക്ഷാൽ ശ്രീ മണികണ്ഠനെ ഞാൻ കാണുമെന്നുള്ള കാര്യം ദേവിയും പറയുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോഴോ അതെല്ലാം ഉണ്ണിമോളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ടമ്മേ. എന്തായാലും അത് കണ്ടു തന്നെ അറിയാം. പക്ഷെ ദേവി നമ്മുടെ ഗിരിദേവന്റെ അടുത്ത് പറയുന്നത് ഉണ്ണിമോളെ കൊണ്ട് സാധിക്കും. ഭഗവാന് നഷ്ടപ്പെട്ടു പോയ സ്വർണം എല്ലാം ഉണ്ണിമോള് കണ്ടെടുത്ത് ഗിരിദേവന് തന്നെ തരും എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ്. എന്തായാലും പുതിയ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ കഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം പുതിയ കഥ എന്ന് പറഞ്ഞാല് നമ്മുടെ തിരുവാഭരണം തേടി വരുന്ന കഥയാണ്. അതുകൊണ്ട് തന്നെ അതിനി നടക്കുന്നത് ഒരു മനയിലാണ്. മനയുമായി ബന്ധപ്പെട്ടുള്ള കഥകള് ഉണ്ണിമോൾക്ക് ഗിരിദേവൻ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം നമ്മൾ പ്രമോ വിശേഷത്തിൽ കണ്ടതാണല്ലോ. അപ്പൊ എന്തായാലും റിയൽ വീഡിയോ ആയിട്ട് ഞാൻ നാളെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്